ചോദ്യം 1. രുദ്രാദമനെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ജുനഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. ശതകർണി അല്ലെങ്കിൽ ശതവാഹന ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രൻ്റെ മകനായ വസിഷ്ഠപുത്ര പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ചോദ്യം 2. ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ഓപ്ഷൻ ബി, സ്വപ്നവാസവദത്ത ബാന. താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉത്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? ഓപ്ഷൻ സി, മുദ്രരാക്ഷസം. ചോദ്യം 4. പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തെറ്റാണ്. ശരിയായിട്ടുള്ളത് സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. മാനവധർമ്മശാസ്ത്രം മനുവിൻ്റെ നിയമഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നു. യാജ്ഞവൽക്യൻ്റെ നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. ചോദ്യം 5. മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളതപ്പം എല്ലാ മൻസബ്ദാരും ജാഗിർദാർമാരായിരുന്നു. ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയ ഒരു ജാഗറിനെ മൻസബ്ദാർ നിയമിച്ചു. ജാഗറിൻ്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച് ഗക്കർ മേധാവികൾക്കും നൽകി. ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് പൊരുത്തപ്പെടാത്തത്. ശരിയായിട്ട് വരുന്നത് 1ഉം 4ഉം. ബാലഗംഗാധര തിലക്, ടെനറ്റ്സ് ഓഫ് ദ ന്യൂ പാർട്ടി, ലാല ഹർകിഷൻലാൽ ട്രിബ്യൂൺ. ചോദ്യം 7. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ആർഐഎൻ ലഹള, ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം. ഈ സംഭവങ്ങളെ ശരിയായ കാലക്രമം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആദ്യം 3 ക്രിപ്സ് മിഷൻ, രണ്ടാമത് വരുന്നത് ഷിംല സമ്മേളനവും, മൂന്നാമത് വരുന്നത് ആർഐഎൻ ലഹളയും, നാലാമത് വരുന്നത് ക്യാബിനറ്റ് മിഷനുമാണ്. 8. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1. 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. പ്രസ്താവന 2. ചമ്പാരനിലെ കർഷകർ ടിൻകത്യ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ. പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. 9. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. സിഡോ, വേളുത്തമ്പി, ചിന്നവ, വിജയരാമ, ബിർസ, റാംബ. മേൽപ്പറഞ്ഞവരിൽ ആരൊക്കെയായിരുന്നു ഗോത്ര നേതാക്കൾ? ഓപ്ഷൻ ബി 1ഉം 5ഉം, സിഡോയും ബിർസയും. ചോദ്യം 10. പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ 1ഉം 4ഉം ആണ്. പഞ്ചവത്സര പദ്ധതിയിൽ ശരിയായിട്ട് വരുന്നത് സാമ്പത്തിക വികസനത്തിനായുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഇത് മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ചോദ്യം 11. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? ഓപ്ഷൻ ബി 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട്. ചോദ്യം 12. കേരളത്തിലെ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ഡി സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. ചോദ്യം 13. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. ചോദ്യം 14. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചോദ്യം 15. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? ഓപ്ഷൻ സി മാവേലിക്കര ഉടമ്പടി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. 17. കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ
1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. 18. 1908 മദ്രാസ് എസ്റ്റേറ്റ്സ് ലാൻഡ് ആക്ടിലെ ഏത് പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശമുണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഓപ്ഷൻ ബി സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടിപിടിപ്പുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പ്. 19. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വരവിനു മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിൻ്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓപ്ഷൻ സി പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ 1513. 20. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? ഓപ്ഷൻ ഡി 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനം. 21. 1970കളിലെ പെൻറ്റഗണൽ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഏതൊക്കെ? ഓപ്ഷൻ സി USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ്. 22. താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിൻ്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? ഏത് ഉടമ്പടിയാണെന്നാണ്? ഓപ്ഷൻ ഡി ലോകാർനോ ഉടമ്പടി. 23. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗൈഡ്സ് ഡെമോക്രസി സുകാർണോ, പുരോഗമന പ്രസ്ഥാനം USA, അപകോളനീകരണം ബുഗാരിൻ, ഹക്ക് കലാപം ഫിലിപ്പീൻസ്. 24. ആഫ്രിക്കൻ ഐക്യസംഘടനയുടെ ഉദ്ദേശം? ശരി ഉത്തരം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കോളനിയലിസത്തെ തുടച്ചു നീക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതയ്ക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. 25. ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടിച്ച മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ഓപ്ഷൻ ബി ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. 26. യോം കിപ്പൂർ യുദ്ധം നടത്തിയത്? ഓപ്ഷൻ എ ഇസ്രയേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനാണ്. 27. ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ ബി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. ഇപ്പോൾ ലോകത്ത് ഒരേ ഒരു രാജ്യമാണ് ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ഇസ്രായേലാണ്. യുദ്ധക്കൊതിയുള്ള രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. വേറെയുണ്ട്. 28. മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? ഓപ്ഷൻ ബി മൗറീസ് ഡോബ്. 29. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, മാൺറോ സിദ്ധാന്തം, യങ് ഇറ്റലി, സോൾവെറി. 30. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ അലക്സാണ്ടർ ഗെർഷൻഗ്രോൺ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം, ഇമ്മാനുവൽ വാലർസ്റ്റീൻ, ക്യാമ്പ്, പ്രാന്തപ്രദേശം, അർദ്ധ പ്രാന്തപ്രദേശം അവസ്ഥകൾ, എറിക് ഹോബ്സ്ബോം, യഥാർത്ഥ സോഷ്യലിസം, ഫെർണാണ്ട് ബ്രാഡൽ, ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്. 31. താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. PS വാര്യർ, ധന്വന്തരി, മൂർക്കോത്ത് ശ്രീനിവാസൻ, വജ്രസൂചി, കുമാരനാശൻ, വിവേകോദയം, മക്തിത്തങ്ങൾ, പരോപകാരി. 32. സോപാന സംഗീതങ്ങൾ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര് നൽകുക. ഓപ്ഷൻ ഡി ഇടയ്ക്ക. കോയിമ്പിടരൻ, കോയിമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിൻ്റെ കഥാപാത്രമാണ്? മുടിയാട്ട്. 34. ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്? മുകുന്ദമാലയാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്. ആയുർവേദ ഗ്രന്ഥമായത് മാതംഗലീല, ആലത്തൂർ മണിപ്രവാളം,
യോഗാമൃതം. ഇതൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥമായിട്ടുള്ളത്. 35. ചെങ്ങന്നൂരാത്തി എന്ന വീരകഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഇടനാടൻ പാട്ട്. 36. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഓപ്ഷൻ എ ഒരു വഴിയും കുറേ നിഴലുകളും, അഗ്നിസാക്ഷി, അലഹയുടെ പെൺമക്കൾ, ആരാച്ചാർ. 37. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിക്കും വരുന്നത് തമിഴ്, കന്നഡ, തുളു, മലയാളം, പിന്നെ തെലുങ്ക്. 38. വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ സി ഫോസറ്റ്. 39. കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട. 40. കർഷക രീതികളുമായി അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട് അടയ സമൂഹത്തിൻ്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഗദ്ദിക. 41. 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? ഓപ്ഷൻ എ മദ്രാസ്. 42. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. 43. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തെറ്റായത് ഓപ്ഷൻ സി ആണ് താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം. ശരിയായിട്ടുള്ളത് മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം. 43. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഓപ്ഷൻ സി താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഇല്ല. ശരിയായിട്ടുള്ളത് മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, പാർലമെൻറ്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം. 44. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. 45. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക. 1, 3 ആണ്. ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. 46. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ്? ഓപ്ഷൻ സി 20 ലക്ഷത്തിന് മുകളിൽ. 47. രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ. 48. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റ്. 49. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ PRI ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം MOPR ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. അതേതാണെന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഗ്രാമസ്വരാജ്. 2005 RTA ആക്ടിലെ സെക്ഷൻ 7 ക്ലോസ്ഡ് 1 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് ഡാഷിനുള്ളിൽ നൽകണം. 48 മണിക്കൂറിനുള്ളിൽ നൽകണം. 51. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം. ഓപ്ഷൻ സി 1, 3 മാത്രം. എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. 3. MGN രേഖ ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയാണ് ഉന്നതി പദ്ധതി. 52. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ബിസ് 2013, മേഘ്രാജ് 2014, ദീക്ഷ 2017, മേരി പെഹ്ചാൻ 2022. 53. താഴെ പറയുന്നവയിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർന്നിരിക്കുന്നത്? ഓപ്ഷൻ സി കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ
1982. 54. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇന്ത്യ 2021-24 ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടികൾ അല്ലെങ്കിൽ യോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത് താഴെ. ഓപ്ഷൻ എ ആണ് ബ്രിക്സ് ഉച്ചകോടി, ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, SCO ഉച്ചകോടി, ബിംസ്റ്റിക് ബിസിനസ് ഉച്ചകോടി. 55. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ഇന്തോ പസഫിക്കും യൂറേഷ്യയും. 56. ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-വുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായത്. അഴിമതിക്കെതിരായ UN കൺവെൻഷൻ 2011 അംഗീകരിച്ചു. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം 2016 ചേർന്നു. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ 2007 അംഗീകരിച്ചു. ഓസ്ട്രേലിയ ഗ്രൂപ്പ് 2018 ചേർന്നു. 57. താഴെ പറയുന്ന ട്രൈബ്യൂണലുകൾ പരിഗണിക്കുക. ലാൻഡ് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ പ്രത്യേക ട്രൈബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളല്ല. 58. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. നീതി ആയോഗ് ഒരു നിയമാനുസൃത നിയന്ത്രണ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. എയും സിയും ആണ് ഇതിൽ ശരി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. 59. താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം? ഓപ്ഷൻ എ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പോക്സോ ആക്ടാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. 63. പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതൊരു വ്യക്തിക്കും അതിൽ താൽപ്പര്യം പരിഗണിക്കാതെ പൊതു താൽപ്പര്യം വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും. 64. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? തെറ്റായിട്ട് വരുന്നത് അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലികാവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ്. ശരിയായിട്ട് വരുന്നത് ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. 65. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2, 3, 5. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നുവെന്നല്ല. 65. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 5. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണ്ണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ആർട്ടിക്കിൾ 20 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. 66. വാദം എ. ഭരണഘടനയുടെ 3-ഉം 4-ഉം ഭരണഘടനയുടെ മനസ്സാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം 6. ഭാഗം 4-ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. ഭാഗം 3 മൗലികാവകാശങ്ങളും ഭാഗം 4 DPSP അതുപോലെ തന്നെ 51A ഭാഗം 4 തന്നെ 51A വരുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമാണ്. 67. വാദം എ. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. കാരണമായിട്ട്
ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. എയും ആറും ശരിയാണ്. 6A ശരിയായ വിശദീകരണമാണ്. 68 ചേരുംപടി ചേർക്കാനാണ് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങളും പ്രചരിപ്പിച്ചതും. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. പ്രായമായവരുടെ അവകാശം അശ്വനി കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം മഹാരാഷ്ട്ര സംസ്ഥാന മിസസ് പ്രഭാകർ പാണ്ഡുരംഗ് സാങ്സ്കിർ. മറക്കപ്പെടാനുള്ള അവകാശം നികുഞ്ച് ടോഡി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഗർഭചിത്രത്തിനുള്ള അവകാശം അബോഷൻ മീര സന്തോഷ് പാൽ വി യൂണിയൻ ഓഫ് ഇന്ത്യ. 69 നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി ആണ് 1, 4. ഇത് മനുഷ്യ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്തം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. 70 വാദം എ. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെൻറ്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കാരണം തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ശരിയായ ഉത്തരക്കോഡ് ഓപ്ഷൻ സി ആണ്. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. 71 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 21 വയസ്സാണ്. 72 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞതൊരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു. 30 പേര് ഹോക്കി മാത്രം കളിക്കുന്നു. 25 പേര് വോളിബോൾ മാത്രം കളിക്കുന്നു. 12 പേര് ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു. 7 പേര് ഹോക്കിയും വോളിബോളും കളിക്കുന്നു. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു? ഓപ്ഷൻ എ 25 3. ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്നത് UUCNE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എന്നതിൻ്റെ കോഡ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് PQKVEGU. 74 A+B എന്നാൽ A Bയുടെ മകളെന്നും A/B എന്നാൽ A Bയുടെ അമ്മയെന്നും A×B എന്നാൽ A Bയുടെ മകനെന്നും A-B എന്നാൽ A Bയുടെ പിതാവെന്നും കരുതുക. P+Q-R/S/T ആണെങ്കിൽ P Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്. P എന്നത് Tയുടെ സഹോദരിയാണ്. 75 H എന്നത് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ Xൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ സി 1. 76 ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. അവൾ തൻ്റെ വേഗത 40% വർദ്ധിപ്പിച്ചാൽ അതേ സമയം തന്നെ അവൾ 10 മീറ്റർ ഓവർഷൂട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണ്? ഓപ്ഷൻ സി 95 മീറ്റർ. 77 താഴെ കൊടുത്തിരിക്കുന്ന പൈ ചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിൽ എത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. യാത്രയ്ക്കായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ ഏതാണ്? ഓപ്ഷൻ എ 202.5 ഡിഗ്രി. 78 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുക്കുന്നു. സ്പെൽ ബി മത്സരം ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിനു ശേഷം റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്യും.
റൗണ്ടുകളൊന്നും സമനില അല്ലെങ്കിൽ സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയിയെ തീരുമാനിക്കാൻ എത്ര റൗണ്ടുകൾ കളിച്ചു? ഓപ്ഷൻ ഡി 99. 79. താഴെയുള്ള ചിത്രത്തിൽ AC എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. AB = 12 സെൻറ്റിമീറ്ററും BC = 5 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഷെയ്ഡുകളുള്ള ഭാഗത്തിൻ്റെ വിസ്തീർണം കണ്ടെത്തുക. ഓപ്ഷൻ ബി 102.73 സെൻറ്റിമീറ്റർ². 80. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്, അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല എന്ന പ്രസ്താവനയുടെ നിഷേധം ഇതാണ്. ഓപ്ഷൻ ഡി അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല അല്ലെങ്കിൽ അമൻ മുംബൈയിൽ താമസിക്കുന്നു. 81. 3+5+7+9+ എന്ന പരമ്പരയ്ക്കും 3+6+9+12+ എന്ന പരമ്പരയ്ക്കും ഇടയിലുള്ള 100ാമത്തെ പൊതുപദം. ഓപ്ഷൻ ബി ആണ് 597. 82. 2025 മാർച്ച് 15 ശനിയാഴ്ച ആയതിനാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഓപ്ഷൻ എ 20. 83. ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണ്? 245 ഡിഗ്രി. പലിശ നിരക്ക് 15% ആണെങ്കിൽ 3 വർഷത്തിനു ശേഷം 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന സംയുക്ത പലിശയും ലളിതമായ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ഡി 310. 85. ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അയാളുടെ വിൽപ്പന വില 100 രൂപയിൽ കൂടുതലായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചിലവ് വില എത്രയായിരുന്നു? ഓപ്ഷൻ എ 500 രൂപ. അതായത് കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ നമുക്കതിനെ 90% വിറ്റു എന്നും പറയാൻ പറ്റും. അതായത് ആ സെയിം ഉൽപ്പന്നത്തിന് 90% വിറ്റു എന്നും 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയാനും ഒന്നാണ്. അപ്പം 20% അധികമായിട്ട് വിറ്റാലേ ലാഭം കിട്ടത്തുള്ളൂ. അതായത് ഈ പറഞ്ഞ 10% കിട്ടണമെങ്കിൽ അവിടെ 20% വേണം നമുക്ക്. 20% എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 90 ഉള്ളൂ, 90% ആണിപ്പോൾ നമുക്ക് കിട്ടിയുള്ളൂ. അതിലേക്ക് 20% കൂടി എടുത്തിട്ടാലേ ഉള്ളൂ 10% അധികം ആവത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രോഫിറ്റ്. ആ 10% പ്രോഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ പറയാൻ പറ്റുള്ളൂ. 100% ആണെങ്കിൽ ഒന്നുമില്ല, ലാഭമില്ല, നഷ്ടമില്ല. അപ്പം 10% ലാഭത്തിലേക്ക് എത്തണമെങ്കിൽ 100 രൂപ വേണം. ഇപ്പോൾ നിലവിൽ 10% നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 20% എന്ന് പറയുന്നത് 100 ആണെന്ന് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10% എന്ന് പറയുന്നത് 50 ആണ്, 100ൻ്റെ പകുതി 50. അപ്പം 50 ആണല്ലോ, 10% എന്ന് പറയുന്നത് 50 ആണ്. അപ്പം ഇൻറ്റു 10 കൂടി ചെയ്താൽ എത്രയാവും? 500 ആവും. 100% എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് 10ൻ്റെ 10 വെക്കണം 100% ആണെങ്കിൽ. ഒരു സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കാൽക്കുലേഷനൊന്നും ഇല്ലാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. 100ൻ്റെ പകുതി 50, 50 ഇൻറ്റു 10 500. ഇങ്ങനത്തെ ഒരു കേസിൽ മാത്രമാണ് ഇതിപ്പം നടക്കത്തുള്ളൂ. വേറെ ടഫായിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്, നമുക്ക് ഈ മെത്തേഡ് പോസിബിൾ അല്ല. ഭൂമിയുടെ പുറംകാമ്പ് ദ്രാവകമാണ്, അതേസമയം അകംകാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അപാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ. പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണവുമാണ്. 87. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. യുറാനസും നെപ്റ്റ്യൂണും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസിലുള്ള ദിശയിലാണ് കറങ്ങുന്നത്. 4. എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ സൂര്യൻ്റെ മധ്യരേഖയിലൂടെ കടന്നു പോകുന്ന ഒരേ തലത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 88. അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഘടകങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ സമൃദ്ധിയിലേക്കുള്ള ക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് ശരി. 2, 4, 1, 3. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. 89. വായുപിണ്ഡ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണവുമായി പദം പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 90. പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. 2, 1, 4, 3. ജലത്തിൻ്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു.
പ്രകാശ സംശ്ലേഷണം പ്രവർത്തനം കുറയുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. 91. വാദം എ. ആഴക്കടലിൽ 91. വാദം ആഴക്കടൽ കിടങ്ങുകളുടെ രൂപീകരണത്തിന് എപ്പൈറോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. കാരണം എപ്പൈറോജെനസിസിൽ പാറപ്പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കുകയും തീവ്രവുമായ മടക്കുകളും വിള്ളലുകളും ഉൾപ്പെടുത്തുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. 92. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുക. മാഗ്മ ചേംബർ, ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറയുടെ സംഭരണം, കുഴൽ, മാഗ്മ ഉയരുന്നതിനുള്ള പാത, വെന്റ്, അഗ്നിപർവ്വത വാതകങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 93. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദകേന്ദ്രത്തിന് ചുറ്റും ഉപരിതലക്കാറ്റ് എതിർ ഘടികാരദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 94. വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിൻ്റെ ഏതു സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ബി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ ആഴവും ലംബസ്ഥാന ചലനവും. 95. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത്? ഓപ്ഷൻ സി വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിൻ്റെ ദ്രുതവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. 96. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? ഓപ്ഷൻ ബി വി ആകൃതിയിലുള്ള താഴ്വരയും ഗോർജുകളും. 97. താഴെ പറയുന്നവയിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തത്? ഓപ്ഷൻ ഡി വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. താഴെ പറയുന്നവയിൽ സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നത് സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും നിയമനിർമ്മാണ മാറ്റങ്ങളുടെ അഭാവവും മന്ദഗതിയിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ ക്രമീകരണങ്ങളൊക്കെയാണ് പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ആകാത്തത് വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. 98. ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ്. ലിസ്റ്റ് 1-ൽ ഗോത്രങ്ങൾ, ലിസ്റ്റ് 2-ൽ സംസ്ഥാനങ്ങൾ. സോളികകൾ കർണാടക, കോളിസ് മഹാരാഷ്ട്ര, കുറുമ്പകൾ കേരളം, ബൈഗാസ് മധ്യപ്രദേശ്. 99. ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ സി ലാപ്സ് നിരക്ക്. 100. ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കുമിടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി വ്യാപാര കാറ്റുകൾ. താങ്ക് യു.